ബ്ലാക്ക്വുഡിലേക്കുള്ള വഴി കുന്നുകൾക്കിടയിലൂടെ ഒരു പാമ്പിനെപ്പോലെ വളഞ്ഞുപുളഞ്ഞു കയറിപ്പോയിരുന്നു. മരങ്ങൾ തിങ്ങിനിൽക്കുന്ന വരമ്പുകൾ കടന്ന് അവയുടെ ശിഖരങ്ങൾ ഒരു മേൽക്കൂരയായി നിഴലുകൾ നെയ്തെടുത്തിരുന്നു. ഈവ്ലിൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും വെളിച്ചം മങ്ങിത്തുടങ്ങിയിരുന്നു. താഴ്വര മഞ്ഞിൽ അപ്രത്യക്ഷമായതുപോലെ അവൾക്ക് തോന്നി. 2 മൈൽ മുമ്പ് അവളുടെ കുതിരയ്ക്ക് നടക്കാൻ കഴിയാതെയായി ഒരു നാഴികക്കല്ലിനടുത്ത് അതിനെ കെട്ടിയിട്ട ശേഷം പിന്നീട് വന്ന് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് അവൾ കരുതി. എങ്കിലും മനസ്സുകൊണ്ട് അവൾക്കതിൽ സംശയമുണ്ടായിരുന്നു. ഓരോ ചുവടുവെപ്പിലും അന്തരീക്ഷത്തിന് കട്ടി കൂടിക്കൂടി വന്നു. തണുപ്പും നനവുമുള്ള ആ അന്തരീക്ഷം അവളുടെ ചർമ്മത്തിൽ തട്ടി. കാലുകളിലെ ക്ഷീണത്തേക്കാൾ അവളെ അസ്വസ്ഥമാക്കിയത് ആ സ്ഥലത്തെ നിശബ്ദതയായിരുന്നു. ഗ്രാമപരിസരം ഒഴിഞ്ഞുകിടന്നു. ഒരു ഉണങ്ങിയ ജലധാര മറന്നുപോയ ഒരു പുരാവസ്തു പോലെ നടുവിൽ ഇരുന്നു. കല്ലുകൊണ്ടുള്ള അതിന്റെ തടം പായൽ പിടിച്ചു കറുത്തിരുന്നു. വീടുകൾ ചുറ്റും വളർന്നു നിൽക്കുന്ന വനത്തെ ഭയപ്പെടുന്നതുപോലെ പരസ്പരം ചാരി നിന്നു. ജനലുകൾ അടച്ചിരുന്നു, വാതിലുകൾ കുറ്റിയിട്ടിരുന്നു. ഇടവഴികളിൽ ആരും സംസാരിച്ചില്ല, കുട്ടികൾ കളിച്ചില്ല. ഒടുവിൽ അവൾ ഒരു രൂപത്തെ കണ്ടു. റോഡിലൂടെ പതുക്കെ നീങ്ങുന്ന ഒരു വൃദ്ധൻ. അയാൾ മുഖം തിരിച്ച് എന്തോ പിറുപിറുത്ത് ഒരു വാതിലിനുള്ളിലേക്ക് ഒരു വാക്കുപോലും പറയാതെ മറഞ്ഞു. ഈവ്ലിൻ തന്റെ മേലങ്കി ഒന്നുകൂടി മുറുക്കി പിടിച്ച് സത്രത്തിലെത്തുന്നതുവരെ നടന്നു. പുക വളഞ്ഞ ചിമ്മിനിയിൽ നിന്ന് ഉയരുന്ന തടികൊണ്ടുണ്ടാക്കിയ കുറിയ കെട്ടിടമായിരുന്നു അത്. അവൾക്ക് ആശ്വാസം തോന്നി. ഒരു കിടക്ക, ഭക്ഷണം, ഒരുപക്ഷേ ഒരു ചൂടുള്ള തീ പോലും. അവൾ വാതിൽ തള്ളിത്തുറന്നു. അകത്ത് മങ്ങിയ വെളിച്ചമുള്ള ഒരു ഹാളായിരുന്നു. അവിടം മദ്യത്തിന്റെയും വിറകുപുകയുടെയും ഗന്ധം വഹിച്ചിരുന്നു. ഏതാനും ഗ്രാമവാസികൾ മേശകളിൽ കുനിഞ്ഞിരുന്ന് നിശബ്ദരായി മദ്യപിക്കുകയായിരുന്നു. അവൾ കയറി വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഒരുമിച്ച് അവളെ നോക്കി. പിന്നെ പെട്ടെന്ന് അവരുടെ മഗ്ഗുകളിലേക്ക് താഴ്ന്നു. ചാരനിറമുള്ള മുടി സ്കാർഫ് കൊണ്ട് കെട്ടിയ തടിയുള്ള ഒരു സ്ത്രീ കൗണ്ടറിന് പിന്നിൽ നിന്ന് പുറത്തുവന്നു. ഈവ്ലിൻ സംസാരിക്കുന്നതിനു മുമ്പേ ആ സ്ത്രീ പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടെ മുറി കിട്ടില്ല. തർക്കങ്ങൾ മുളയിലെ നുള്ളിക്കളയാൻ ശീലിച്ചതുപോലെ അവളുടെ ശബ്ദത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഭാവമുണ്ടായിരുന്നു. ക്ഷീണം എല്ലുകളെ അമർത്തിയപ്പോൾ ഈവ്ലിൻ നെടുവീർപ്പിട്ടു. ദയവായി, ഞാൻ മണിക്കൂറുകളായി നടക്കുകയാണ്. എനിക്ക് പണം തരാൻ കഴിയും. ആ സ്ത്രീ തലയാട്ടി. ഒരു നാണയത്തിനും ഇന്ന് രാത്രി ഇവിടെ ഒരു കിടക്ക കിട്ടില്ല. ഇത്രയും കട്ടിയുള്ള മഞ്ഞ് വീഴുമ്പോൾ ഒട്ടും തരില്ല. ഈവ്ലിൻ നെറ്റിച്ചുളിച്ചു. മഞ്ഞിന് എന്തു മാറ്റമാണ് വരുത്താനുള്ളത്? സത്രമുടമയുടെ ചുണ്ടുകൾ ഒരു നേർരേഖയായി അമർന്നു. അടുത്തുള്ള മേശയിലെ ഒരാൾ എന്തോ പിറുപിറുത്തു. മറ്റൊരാൾ അവനെ രൂക്ഷമായി മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. ആ സ്ത്രീ കൂടുതൽ അടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു, വെളിച്ചമുള്ളിടത്ത് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, സഞ്ചാരി. രാത്രിയിൽ ഈ കാടിന് അപരിചിതരെ വേണ്ട. നിങ്ങൾക്ക് പോകണമെങ്കിൽ പ്രഭാതം വരെ കാത്തിരിക്കുക. ഈവ്ലിന്റെ ചർമ്മത്തിലൂടെ ഒരു തരിപ്പ് ഓടിപ്പോയി. എനിക്ക് നേരം വെളുക്കുന്നതുവരെ ഉറങ്ങാൻ ഒരിടം മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീ ദേഷ്യത്തോടെ പറഞ്ഞു. മുറികളില്ല. എന്നിട്ട് മൃദുവായി, അതിനെ പ്രലോഭിപ്പിക്കരുത്. ഇരുട്ടിനേക്കാൾ ധൈര്യമുണ്ടെന്ന് കരുതിയ പലരും പിന്നെ തിരിച്ചു നടന്നിട്ടില്ല. അവളുടെ വയറുവേദനിച്ചു. അവർക്കെന്താണ് സംഭവിക്കുന്നത്? അവൾ കേൾക്കുമോ എന്ന് ഭയപ്പെടുന്നതുപോലെ സത്രമുടമയുടെ കണ്ണുകൾ വാതിലിലേക്ക് പാളി. അവർ അത് കേൾക്കും. ആ ശബ്ദം, ഭൂമിയിലൂടെ എന്തോ വലിച്ചിഴയ്ക്കുന്ന ശബ്ദം. അതൊരിക്കൽ കേട്ടാൽ നിങ്ങൾക്ക് എത്ര ദൂരേക്ക് ഓടിയാലും രക്ഷപ്പെടാൻ കഴിയില്ല. ഈവ്ലിൻ ഒന്ന് ഇറക്കി വിഴുങ്ങി. ഇത് അന്ധവിശ്വാസം മാത്രമാണെന്ന് അവൾ സ്വയം പറഞ്ഞു. ഓരോ വിദൂര ഗ്രാമവും കുട്ടികളെ അനുസരണയുള്ളവരാക്കാൻ പറയുന്ന കഥകൾ. എങ്കിലും മുറിയിലെ അസ്വസ്ഥത പ്രകടമായിരുന്നു. ആരും ഒച്ചയെടുത്ത് സംസാരിച്ചില്ല, ആരും ചിരിച്ചില്ല. ആ നിശബ്ദത ഗ്രാമത്തിന്റെ തന്നെ ഭാഗമാണെന്ന് തോന്നി. താമസിയാതെ അവൾ അവിടെ നിന്ന് പോയി തന്റെ റാന്തലിന്റെ പിടി മുറുകെ പിടിച്ചു. അവളുടെ മുന്നിൽ കുറച്ച് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കാട്ടിൽ അഭയം കണ്ടെത്തുക, അല്ലെങ്കിൽ നേരം വെളുക്കുന്നതുവരെ ഉണങ്ങിയ ജലധാരയ്ക്കരികിൽ വിറച്ചിരിക്കുക. രണ്ടും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അടഞ്ഞ ജനലുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഭയന്ന മൃഗങ്ങളെപ്പോലുള്ള ഗ്രാമവാസികൾ തന്നെ നിരീക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാട് അവളെ സ്വാഗതം ചെയ്തത് ഈർപ്പമുള്ള വായുവിന്റെ ഒരു ശ്വാസത്തോടെയാണ്. അത് മണ്ണിന്റെയും ചീഞ്ഞളിഞ്ഞതിന്റെയും ഗന്ധം വഹിച്ചിരുന്നു. അവൾ റാന്തൽ കത്തിച്ചു. അതിന്റെ തീജ്വാല മഞ്ഞിൽ വിറച്ചു. മരങ്ങൾ അടുത്തടുത്തു നിന്നു. അവയുടെ തടികൾ വെളിച്ചത്തിൽ വിളറി. ശിഖരങ്ങൾ തലയ്ക്ക് മുകളിലൂടെ ഒരു തുരങ്കം പോലെ വളഞ്ഞു. അവൾ പാതയിലൂടെ നടന്നു. നനഞ്ഞ മണ്ണിൽ ബൂട്ടുകൾ ചവിട്ടി ശബ്ദമുണ്ടാക്കി. സ്ഥിരമായി നടന്നാൽ ഉടൻ തന്നെ മറുവശത്തേക്ക് എത്തിച്ചേരുമെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം രാത്രിയിലെ സാധാരണ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഒരു മൂങ്ങിയുടെ മൂളൽ, കാറ്റ് ഇലകളെ ഇളക്കുന്നതിന്റെ മർമ്മരം. പക്ഷേ പതുക്കെ പതുക്കെ ആ ശബ്ദങ്ങൾ കുറഞ്ഞു. അത് വളരെ സാവധാനമായതിനാൽ അവൾ ശ്രദ്ധിച്ചതേയില്ല. മൂങ്ങിയുടെ മൂളൽ പിന്നെ വന്നില്ല. ഇലകൾ ഇളകിയില്ല. അവളുടെ കാൽപ്പാടുകൾ പോലും ഒതുങ്ങിപ്പോകുന്നതായി തോന്നി. ഭൂമി തന്നെ ശബ്ദം വിഴുങ്ങുന്നതുപോലെ. പിന്നെ നിശബ്ദത വന്നു. അത് സമാധാനത്തിന്റെ നിശബ്ദതയായിരുന്നില്ല, ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. ചെവിയിൽ അമരുന്ന ഒരു നിശബ്ദത. സ്വന്തം ഹൃദയമിടിപ്പ് മാത്രം കേൾക്കാൻ കഴിഞ്ഞു. അവൾ നിന്നു, ശ്വാസം അടക്കിപ്പിടിച്ച്. റാന്തൽ അവളുടെ കയ്യിൽ വിറച്ചു. അപ്പോഴാണ് അവൾ അത് കേട്ടത്. ഒരു സാവധാനത്തിലുള്ള എന്തോ വലിച്ചിഴയ്ക്കുന്ന ശബ്ദം. അവളുടെ പിന്നിൽ എവിടെയോ
ഭാരമുള്ള, മനഃപൂർവ്വമുള്ള ശബ്ദം, എന്തോ ഒന്ന് വനത്തിന്റെ തറയിലൂടെ സ്വയം വലിച്ചിരിക്കുന്നതുപോലെ. അവളുടെ വായ ഉണങ്ങി. അവൾ തിരിഞ്ഞു, റാന്തൽ ഉയർത്തിപ്പിടിച്ചു. മഞ്ഞ് ചുഴറ്റിയെറിഞ്ഞു, പക്ഷേ അതിൽ ഒന്നും ഇളകിയില്ല. അവളുടെ പിന്നിലെ പാത ശൂന്യമായിരുന്നു. എങ്കിലും അവിടെ മഞ്ഞിൻ കട്ടിക്കൂടിയതുപോലെ തോന്നി. മരങ്ങൾ അവ്യക്തമായ രൂപങ്ങളായി മങ്ങി. അവൾ സ്വയം ചിരിക്കാൻ നിർബന്ധിച്ചു. ആ ശബ്ദം ദുർബലമായിരുന്നു. ഒരുപക്ഷേ വീണ ഒരു ചില്ലയാകാം, നനവുകൊണ്ട് വലിച്ചെടുത്തതാകാം. ഒരുപക്ഷേ ഒരു മൃഗമായിരിക്കാം. അവൾ വേഗത കൂട്ടി. അവളുടെ കയ്യിൽ റാന്തൽ കുലുങ്ങി. നീളമുള്ള നിഴലുകൾ എറിഞ്ഞു. അവ അവളെ ലക്ഷ്യമാക്കി നീളുന്ന രൂപങ്ങൾ പോലെ വളഞ്ഞുപുളഞ്ഞു. വലിച്ചിഴയ്ക്കുന്ന ശബ്ദം വീണ്ടും വന്നു. ഇത്തവണ കൂടുതൽ അടുത്തായിരുന്നു. അതിന്റെ താളം അസ്വാഭാവികമായിരുന്നു. നിർത്തുക, ഉരുസുക, നിർത്തുക, ഉരുസുക. അവൾ ചലിക്കുമ്പോഴെല്ലാം പിന്തുടരുന്ന വസ്തു ശ്രദ്ധിക്കാൻ നിർത്തുന്നതുപോലെ. അവളുടെ നെഞ്ചിൽ ഹൃദയം പെരുമ്പർ കൊട്ടി. അവൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി, പിന്നെ കൂടുതൽ വേഗത്തിൽ. ഒടുവിൽ ഓടുകയായിരുന്നു. മഞ്ഞ് അടുത്തമർന്നു. പാത അവളുടെ മുന്നിൽ അനന്തമായി നീണ്ടു. വലിച്ചിഴയ്ക്കുന്ന ശബ്ദം പിന്നാലെ വന്നു, സ്ഥിരമായി, ക്ഷമയോടെ, തിടുക്കമില്ലാതെ. റാന്തൽ വിറച്ചു. അവൾ ഒരിക്കലും പ്രാർത്ഥിക്കുന്നവളായിരുന്നില്ലെങ്കിലും ചുണ്ടിനടിയിൽ ഒരു പ്രാർത്ഥന മന്ത്രിച്ചു. മഞ്ഞ് മാത്രമാണ്, അവൾ സ്വയം പറഞ്ഞു. മഞ്ഞും ക്ഷീണവും മാത്രം. അപ്പോൾ തീ കെട്ടുപോയി. ഇരുട്ട് അവളെ പൂർണ്ണമായും വിഴുങ്ങി. അവൾ തറഞ്ഞുനിന്നു, ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. ആ കറുപ്പിൽ എവിടെയോ ശ്വാസമെടുക്കുന്ന ശബ്ദം വന്നു, നനവുള്ളതും പരിപരുത്തതും അവിശ്വസനീയമാംവിധം അടുത്തതും. അവൾ വിറയ്ക്കുന്ന കൈകൊണ്ട് തീപ്പെട്ടി തപ്പി. പരിഭ്രാന്തയായി ഒരെണ്ണം ഉരച്ചു. വെളിച്ചം കത്തിയപ്പോൾ മരങ്ങൾ എല്ലാ വശത്തും ഉയർന്നു നിന്നു. അവയുടെ തൊലി നനവുകൊണ്ട് മിനുങ്ങി. ഒരു നിമിഷം അവയ്ക്കിടയിൽ അവൾ എന്തോ കണ്ടെന്ന് തോന്നി. ഒരു രൂപം, ഉയരമുള്ളതും കൂണിക്കൂടിയതും, മുടി കുരുങ്ങിപ്പിണഞ്ഞ കയറുകൾ പോലെ തൂങ്ങിക്കിടന്നു. കൈകൾ തറയിൽ തട്ടത്തക്കവിധം നീളമുള്ള. അതിന്റെ മുഖം നിഴലിൽ ഒളിച്ചിരുന്നു. പക്ഷേ അതിന്റെ ശ്വാസം നിശബ്ദതയിൽ മുഴങ്ങി. തീപ്പെട്ടി കത്തിത്തീർന്ന് അവളുടെ വിരലുകൾ പൊള്ളി, കെട്ടുപോയി. അവൾ മുന്നോട്ട് കാലിടറി, കണ്ണുമടച്ച് ഓടി. ശിഖരങ്ങൾ അവളുടെ മേലങ്കിയിൽ മാന്തി. വേരുകൾ അവളുടെ ബൂട്ടുകളിൽ കുടുങ്ങി. വലിച്ചിഴയ്ക്കുന്ന ശബ്ദം പുനരാരംഭിച്ചു. ഇപ്പോൾ കൂടുതൽ അടുത്താണ്, വേഗത്തിൽ. പിന്നോട്ട് നോക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല. ഓരോ ചുവടും കാടിനോടുള്ള പോരാട്ടമായിരുന്നു. അത് അവളെ പിടിച്ചു നിർത്താൻ തീരുമാനിച്ചതുപോലെ. മഞ്ഞ് ചിലന്തിവലകൾ പോലെ അവളുടെ മുഖത്ത് ഒട്ടിപ്പിടിച്ചു. അവളെ ശ്വാസമുട്ടിച്ചു, അന്ധയാക്കി. ഒടുവിൽ മഞ്ഞിലൂടെ അവൾ ഒരു രൂപം കണ്ടു. ഒരു കുടിൽ, പകുതി തകർന്ന്, ഒരു കോണിൽ ചാരി, മേൽക്കൂര പായൽക്കടിയിൽ തൂങ്ങിക്കിടക്കുന്നു. അവൾ അങ്ങോട്ട് കുതിച്ചു. വാതിൽ വലിച്ചു തുറന്ന് പിന്നിൽ നിന്ന് വലിച്ചടച്ചു. അകത്തെ ഇരുട്ട് പുറത്തുള്ളത്ര കട്ടിയുള്ളതായിരുന്നു. പക്ഷേ ആ ശബ്ദം നിലച്ചു. അവൾ ചുവരിൽ ചാരി കിതച്ചു. പക്ഷേ നിശബ്ദത തിരിച്ചുവന്നു. കുടിലിനുള്ളിൽ നിന്ന്, ഏതാനും അടി ദൂരെയുള്ള ഇരുട്ടിൽ നിന്ന് മറ്റൊരു ശബ്ദം വന്നു. എന്തോ തറയിലൂടെ സാവധാനം നീങ്ങുന്നു, സ്വയം അടുത്തേക്ക് വലിച്ചിഴയ്ക്കുന്നു. അകത്തെ മണം കനത്തതായിരുന്നു. നനഞ്ഞ മണ്ണിന്റെയും പഴുകിയ തടിയുടെയും മറ്റെന്തോ ഒന്നിന്റെയും മിശ്രിതം. ആദ്യം മധുരമുള്ളത്, പിന്നെ പുളിച്ചതുപോലെ, ചൂടിൽ അഴുകിപ്പോയ പഴം പോലെ. ഈവ്ലിൻ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് മറ്റൊരു തീപ്പെട്ടി ഉരച്ചു. വെളിച്ചം ഒരു മുറി വെളിപ്പെടുത്തി. വളഞ്ഞ തറപ്പലകകൾ, ഒരു തകർന്ന കസേര, അതിന്റെ ചട്ടക്കൂടിൽ തകർന്ന ഒരു ചീഞ്ഞ മെത്ത. എന്നാൽ ഏറ്റവും അകലെയുള്ള മൂലയിൽ, പകുതി നിഴലിൽ, എന്തോ ഇളകി. ആദ്യം അത് പൂപ്പൽ പിടിച്ച തുണിക്കെട്ടുകൾ പോലെ തോന്നി. എന്നാൽ തീജ്വാല വിറച്ചപ്പോൾ കറുത്ത മുടിയുടെ ഇഴകൾ തറയിലൂടെ നിരങ്ങി ഒരു ഇരുണ്ട കുളം പോലെ വ്യാപിച്ചു. ഒരു വിളറിയ കൈ വെളിച്ചത്തിലേക്ക് ഇഴഞ്ഞു. വിരലുകൾക്ക് അമിതമായ നീളം, നഖങ്ങൾ കറുത്തത്. തീപ്പെട്ടി ശബ്ദത്തോടെ കെട്ടുപോയി. മുറിയിൽ കിതയ്ക്കുന്ന ശ്വാസം നിറഞ്ഞു. തുടർന്ന് അവളുടെ ചെവിക്കരികിൽ ഒരു മർമ്മരം. നിൽക്കൂ. അത് ഒരു ശബ്ദമായിരുന്നില്ല, പലതായിരുന്നു. പാളികളായി, തകർന്ന നിലയിൽ, ഒരു ഡസനോളം തൊണ്ടകൾ ഒരുമിച്ച് സംസാരിക്കുന്നതുപോലെ. ഈവ്ലിൻ വാതിൽ വലിച്ചൂരി തിരികെ മഞ്ഞിലേക്ക് എറിഞ്ഞു. ദിശയില്ലാതെ ഓടി. വലിച്ചിഴയ്ക്കുന്ന ശബ്ദം തൽക്ഷണം പിന്നാലെ വന്നു. ആ വസ്തു ഒരിക്കലും ഒതുങ്ങിയിട്ടില്ലാത്തതുപോലെ. പാത വളഞ്ഞും തിരിഞ്ഞും അവളെ വൃത്തത്തിൽ നയിച്ചു. ഒരിക്കൽ അവൾ ഒരു തുറസായ സ്ഥലത്തേക്ക് ഇടറി വീണു. അവിടെ ഒരു റാന്തൽ കത്തി. എല്ലുകൾ നിറഞ്ഞ ഒരു ചെറിയ കുഴിയുടെ മുകളിൽ തൂങ്ങിക്കിടന്നു. നൂറുകണക്കിന് എല്ലുകൾ നനഞ്ഞ തുണിക്കെട്ടുകളിൽ കുരുങ്ങിക്കിടക്കുന്നു. ആ കുഴിയിൽ നിന്ന് ഒരു ചങ്ങല രൂപത്തിന്റെ കൈയിലേക്ക് നീണ്ടു. നീളമുള്ളതും കൂണിക്കൂടിയതും കയറുകളായ മുടിയുള്ളതും, വിരലുകൾ തറയിൽ തട്ടുന്നതും. അതിന്റെ ശബ്ദം അവളുടെ തലച്ചോറിലേക്ക് ഇഴഞ്ഞു. നീ നടക്കുന്നത് എന്റെ ഭൂമിയിലാണ്. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കാട് അവളെ ചുറ്റിപ്പറ്റി. വീണ്ടും വീണ്ടും അവൾ ഒരേ സ്ഥലങ്ങളിലേക്ക് മടങ്ങി. കുടിൽ, കുഴി, അവസാനമില്ലാത്ത പാത. ഒടുവിൽ അവളുടെ ശക്തി ക്ഷയിച്ചു. അവൾ മുട്ടുകുത്തി വീണു. റാന്തൽ അവളുടെ കൈകളിൽ തകർന്നു. കണ്ണുനീർ അവളുടെ മുഖത്ത് പാടുകൾ വീഴ്ത്തി. മുടി അവളുടെ തോളിൽ തട്ടി. വിരലുകൾ അവളുടെ കൈത്തണ്ടയിൽ മുറുകി. മർമ്മരം വീണ്ടും വന്നു, അവളുടെ തലയ്ക്കുള്ളിലും ചുറ്റും. നീ ഇനി എനിക്ക് സ്വന്തം. ഇരുട്ട് അവളെ വിഴുങ്ങി. അവൾ പോയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഗ്രാമവാസികൾ അവളുടെ റാന്തൽ ചെളിയിൽ കിടക്കുന്നത് കണ്ടെത്തി. ഗ്ലാസ് പൊട്ടിയിരുന്നു. അകത്ത്, തിരിക്ക് പകരം, കറുത്ത നനഞ്ഞ മുടിയുടെ ഒരു കൂട്ടം തിരികെയിരുന്നു. ഈവ്ലിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അവർ പറയുന്നു,
അർദ്ധരാത്രിക്ക് ശേഷം നിങ്ങൾ ബ്ലാക്ക്വുഡിലൂടെ നടന്നാൽ വലിച്ചിഴയ്ക്കുന്ന ശബ്ദം കേൾക്കാം. അത് തിരിച്ചുപോകാനുള്ള മുന്നറിയിപ്പാണ്. എന്നാൽ നിങ്ങൾ നനവുള്ളതും പരിപരുത്തതും അവിശ്വസനീയമാംവിധം അടുത്തതുമായ ശ്വാസം കേൾക്കുകയാണെങ്കിൽ അത് ഇതിനകം വളരെ വൈകിയിരിക്കുന്നു. സബ്സ്ക്രൈബ്.